കുട്ടികളെ കാറിന്റെ ബോണറ്റിലിരുത്തി സാഹസിക യാത്ര. കോട്ടയം പാമ്പാടി വട്ടുകുളം ആലപ്പാട്ടുപടി റോഡിലാണ് സംഭവം. ഇന്നലെ വൈകുന്നേരമാണ് രണ്ട് കുട്ടികളെ ബോണറ്റിൽ വെച്ച് യാത്ര നടത്തിയത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കാർ പാമ്പാടി പോലീസ് പിടിച്ചെടുത്തു. വട്ടുകുളം സ്വദേശി ജ്യോതിഷ് കുമാറാണ് അപകടം വരുത്തുന്ന നിലയിൽ വാഹനം ഓടിച്ചത്. ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ പേടി തോന്നും. കാരണം അത് കുഞ്ഞുങ്ങളെ കാറിൻ്റെ ബോണറ്റിലിരുത്തുന്നു. ഒരു ചെറിയൊരു അബദ്ധം പറ്റിയാൽ മതി അവർ കുട്ടികൾ നിലത്ത് വീഴാനും വലിയ അപകടം സംഭവിക്കാനും. ഇതെപ്പോഴായിരുന്നു സംഭവം? പോലീസ് എന്ത് നടപടിയാണ് ഇയാൾക്കെതിരെ സ്വീകരിച്ചിരിക്കുന്നത്? ഇന്നലെ വൈകുന്നേരം 5:15 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പാമ്പാടി വട്ടുകുളം റോഡിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഏതാണ്ട് രണ്ട് കുഞ്ഞുങ്ങളെ ഇതിന്റെ മുന്നിലിരുത്തി കൊണ്ടുപോകുന്നത് കാണാം. എന്തായാലും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് പാമ്പാടി പോലീസ് വളരെ അടിയന്തരമായി നടപടി സ്വീകരിച്ചത്. ഏതാണ്ട് 1 മണിയോടുകൂടിയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. വളരെ വേഗത്തിൽ ഈ വണ്ടിയുടെ നമ്പർ എടുക്കുകയും തുടർന്ന് ഈ വീട്ടിലെത്തി, വട്ടുകുളം സ്വദേശിയുടെ തന്നെ വീട്ടിലെത്തി ഈ കാർ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. വട്ടുകുളം സ്വദേശി ജ്യോതിഷ് കുമാറിന്റെ കാറാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. വിവിധ വകുപ്പുകൾ, ഈ അശ്രദ്ധമായ വാഹനം ഓടിക്കൽ, കുട്ടികൾക്ക് അപകടം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തി, ഇത് അടക്കമുള്ള വിവിധ കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള തീരുമാനമാണ് പോലീസ് എടുത്തിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും അറസ്റ്റ് ഉണ്ടാകുക. എന്തായാലും സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പായിരിക്കും ഉണ്ടാകുക. അതിനുശേഷം ഈ സംഭവത്തിന്റെ റിപ്പോർട്ട് MVDക്ക് കൈമാറും. തുടർന്ന് MVD തുടർ നടപടികൾ സ്വീകരിക്കും. പ്രത്യേകിച്ച് ലൈസൻസ് റദ്ദാക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് സ്വാഭാവികമായും പോകും എന്നാണ് അനുമാനിക്കുന്നത്. എന്തായാലും എന്തൊക്കെ നടപടി ഉണ്ടായാലും ഒരു വളരെ ഞെട്ടിക്കുന്ന സംഭവമായിട്ടാണ് ഇത് എടുത്ത് കാണേണ്ടത്, ടോം. കാരണം ഇത് റോഡല്ല, ഇനി വീടിൻ്റെ മുറ്റത്താണെങ്കിൽ പോലും ഈ ചെറിയ ഏതാണ്ട് 5.5 വയസ്സോളം പ്രായമുള്ള കുട്ടിയൊക്കെയാണ് ഇരിക്കുന്നത്. അതിനെ അങ്ങനെ ആ കുട്ടികളുടെ ഒരു രസത്തിന് വേണ്ടി കൊണ്ടുപോയി എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും ജ്യോതിഷ് പോലീസിന് നൽകിയിരിക്കുന്ന പ്രാഥമികമായി വിളിച്ച് ചോദിച്ചപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും നിയമപ്രകാരമുള്ള തുടർ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്. ജ്യോതിഷിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് പോകും. അതിന് പിന്നാലെയായിരിക്കും MVDയുടെ നടപടികൾ ഉണ്ടാകുക. എന്തായാലും ഈ ദൃശ്യങ്ങൾ തന്നെ പറയുന്നത് വളരെ എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നത്. ഇങ്ങനൊരു തമാശയ്ക്ക് വേണ്ടിയാണെങ്കിലും എന്ത് രസത്തിന് വേണ്ടിയാണെങ്കിലും കുട്ടികൾക്ക് രസമുണ്ടെങ്കിലും എങ്ങനെയാണ് ഇത്ര പ്രായമുള്ള വാഹന ലൈസൻസ് ഉള്ള ഒരാൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. ടോം, തീർച്ചയായും ഇത് നിരവധി വാഹനങ്ങൾ വരുന്നൊരു സ്ഥലമാണോ? ഒരുപക്ഷെ ഒരു കൗതുകത്തിനാകാം. ഒരിക്കലും കുഞ്ഞുങ്ങളെ വെച്ചൊരിക്കലും ഈ രീതിയിലുള്ള ഒരു സാഹസികത കാട്ടാൻ പാടില്ലാത്തതാണ്. എന്താണ് ഇയാൾ പോലീസിനോട് പറയുന്നൊരു ന്യായീകരണം ഈ സംഭവത്തെക്കുറിച്ച്? ടോം, നിരവധി വാഹനങ്ങൾ പോകുന്ന റോഡ് തന്നെയാണ്. ആ റോഡിന്റെ വശത്തുള്ള വീട്ടിലെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെ ഏതാണ്ട് 5:13 വാഹനം അതുവഴി കടന്നു പോകുന്നത്. അയാളുടെ ന്യായീകരണം എന്തു തന്നെയാണെങ്കിലും അയാളുടെ ന്യായീകരണം കുട്ടികൾക്ക് ഒരു രസം, അവരുടെ ഒരു രസത്തിന് വേണ്ടി ചെയ്തതാണ് എന്നുള്ളതാണ്. പക്ഷേ ഈ കുട്ടികൾ ഇങ്ങനെ വീണു പോയാൽ എങ്ങനെയാകും ആ രസം? മുന്നിലേക്കെങ്ങാനും വീണു പോയാൽ പിന്നെന്താകും രസം എന്നുള്ള ചോദ്യം അയാളുടെ മനസ്സിലുണ്ടായില്ല എന്ന് വേണം ഈ ഘട്ടത്തിൽ കരുതാൻ. കാരണം ഇത്രത്തോളം അപകടകരമായ രീതിയിൽ, പ്രത്യേകിച്ച് നമ്മൾ അപകടകരമായി വാഹനം ഓടിക്കുന്നതൊക്കെ നമ്മൾ ഈ അടുത്ത കാലത്ത് കാണാറുണ്ട്. അതിനെതിരെ തുടർച്ചയായി MVD അടക്കം നടപടിയെടുക്കുന്നതൊക്കെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ളതാണ്. അങ്ങനെയൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നൊരു സംഭവം ഉള്ളപ്പോഴാണ് ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറെ ഞെട്ടിക്കുന്നത്. കേട്ടോ, വ്യക്തമാണ്.
ജി ശ്രീജിത്താണ് വിവരങ്ങൾ നോക്കിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.